ഹലോ കൂട്ടുകാരെ, ഞങ്ങളിതാ ഒന്ന് പുറത്തേക്ക് പോവാണേ. പുറത്തേക്കല്ല, അമ്പലത്തിലേക്കാണ് പോകുന്നത്. കൈലാസ് ഇതാ റെഡിയാവാണ്. അവൻ്റെ മുഖമൊക്കെ ആകെ മാറിയിട്ടുണ്ടോ. ഞാൻ പറഞ്ഞു ആ ഷർട്ട് ഇടണ്ട, അതിൻ്റെ നീ ഇട്ട ട്രൗസറിന് അത് ചേരുന്നില്ല എന്ന് പറഞ്ഞു. ആൾക്കപ്പോൾ ഷർട്ട് തന്നെ വേണം. പക്ഷെ ലാസ്റ്റ് ആൾ മാറ്റി കേട്ടോ. എന്ത് പറഞ്ഞാലും കുറച്ച് മുഖമൊക്കെ ചുളിച്ച് പിന്നെ അതങ്ങ് മാറ്റിക്കോളും. അതിൻ്റെ ഇടയിൽ ഞാനവിടെ അവൻ്റെ ജേഴ്സിയൊക്കെ ഹാങ്ങറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, ഉണങ്ങാൻ വേണ്ടിയിട്ടതാണ്. ഫാൻ ഇടുമ്പോൾ അതങ്ങ് ഉണങ്ങിക്കോളുമല്ലോ വിചാരിച്ചിട്ട്. ഇപ്പം നല്ല മഴയാണല്ലോ, അങ്ങനെ അതവിടെ ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് അവൻ ടീഷർട്ടൊക്കെ മാറ്റി രണ്ടാളും സെയിം ഇതുള്ള ടീഷർട്ട് ഇട്ട്, ഒരാൾ ഗ്രീനും ഒരാൾ വൈറ്റും ഇട്ടത്. കൈലാസ് എന്നിട്ട് ഇവയ്ക്ക് ടീഷർട്ടൊക്കെ ഇടാൻ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഞങ്ങൾ റെഡിയായിട്ട് അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിലേക്ക് എന്ന് വെച്ചാൽ ഗുരുവായൂർ അമ്പലനടയിലല്ല കേട്ടോ, തൃച്ചംബരം അമ്പലത്തിലാണ് പോയത്. ഞങ്ങളുടെ അടുത്തുള്ളൊരു അമ്പലമാണ്. അപ്പോൾ ഇന്ന് എൻ്റെ പിറന്നാളാണ്, അങ്ങനെ വന്നത്. എന്നിട്ട് നമ്മളിതാ ദുർഗാദേവി ക്ഷേത്രത്തിലാണ് തൊഴുന്നത്. അതിനു മുമ്പ് ശിവക്ഷേത്രത്തിൽ തൊഴുതു. അപ്പോൾ യുവി അവിടെ നിന്ന് നല്ല ബഹളമായതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. എന്നിട്ട് ഇവിടെ വഴിപാടൊക്കെ കഴിച്ച് ഞങ്ങൾ പ്രധാന പൂജ എന്ന് പറയുന്ന കൃഷ്ണനാണ്, അവിടത്തേക്ക് പോയി. അപ്പോൾ പായസത്തിന് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു തലേന്ന്. അപ്പോൾ പോയാൽ അന്ന് പോയാൽ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് തലേന്ന് ബുക്ക് ചെയ്യുന്നത്. അപ്പത്തിനും പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പത്തിന് ഒരു പാക്കറ്റിൽ 5 അങ്ങനെയാണ് ഉണ്ടാകത്തുള്ളൂ. നല്ല ടേസ്റ്റാണ്, നെയ്യൊക്കെ ഇട്ടിട്ട് നമ്മൾ വീട്ടിലാക്കുന്ന പോലെയല്ലല്ലോ. അപ്പം അതിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് അച്ചാച്ചനും യുവി അവിടെ വെയിറ്റ് ചെയ്യാണ്. നട അടച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ അതിന് മുമ്പ് പായസം കൊടുക്കാൻ തുടങ്ങി. പണ്ടൊക്കെ നട തുറന്നിട്ടാണ് പായസം കൊടുക്കുക, പക്ഷേ ഇത് അതിന് മുമ്പേ കൊടുക്കുന്നുണ്ട്. പൂജ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഞാനും അമ്മയും അവിടെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവർ പായസം മേടിക്കാൻ വന്നു. കുറേ ആൾക്കാരുണ്ട് കേട്ടോ പായസം മേടിക്കാൻ. നല്ല പാൽപ്പായസമാണ്, നല്ല ടേസ്റ്റാണ്. അവരെടുത്തു കൊടുക്കുന്ന ആ പാത്രം കണ്ട, അളക്കുന്ന പാത്രം, ഒരു പ്രത്യേകതരം പാത്രമില്ലേ ഇത്, നോക്കി. അങ്ങനെ അവിടെ നിന്ന് പായസമൊക്കെ മേടിച്ചു ഞങ്ങൾ. എന്നിട്ട് ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. അവിടെ തന്നെ അന്നദാനം ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കൈലാസും അമ്മമ്മയും അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. യുവി പിന്നെ ക്യൂ ഒന്നും നിൽക്കില്ല, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. അവന് വിശന്നാൽ പിന്നെ നിൽക്കില്ല. അപ്പോൾ ഒരു ലേസൊക്കെ അച്ഛൻ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ചു കൊടുത്ത് അവൻ തന്നെ വെള്ളമൊക്കെ കുടിക്കാൻ പോയി. എല്ലാം അവനറിയാം, എവിടെയാണ് വെള്ളം, എവിടെയാണ് ഷോപ്പ്. ഞങ്ങൾ പോകുന്ന അമ്പലമാണല്ലോ, അപ്പോൾ അതൊക്കെ അവനറിയാം. അവൻ്റെ പിറകെ ഒന്ന് ചെന്ന് കൊടുത്താൽ മാത്രം മതി. ക്യൂ നിന്നാൽ അധികം നേരം ഒരേ പോസ്റ്റായി നിൽക്കുമ്പോൾ അവൻ്റെ സ്വഭാവമൊക്കെ അങ്ങ് മാറും. അപ്പോൾ വിചാരിച്ച് കുറച്ച് ഫ്രീ ആയി നടക്കട്ടെ എന്ന്. അവരവിടെ ഉണ്ടല്ലോ. അങ്ങനെ ദൈവം വെള്ളമൊക്കെ കുടിക്കാൻ വന്നു. അങ്ങനെ അവിടെ നിന്ന് വെള്ളം കുടിക്കുക. ആ വെള്ളത്തിൻ്റെ കുടിക്കുന്ന ഇപ്പുറത്തൊരു വീൽ ചെയർ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു അങ്കിള് അതിൽ പോകുന്ന കണ്ടു. അപ്പോൾ ഇപ്രാവശ്യം അവൻ എന്നോട് ചോദിക്കാതെ എവിടെ മാമൻ എവിടെയും. അവനതിനെ അറിയായിട്ട് ഭയങ്കര ഇതായിരുന്നു. ഞാൻ പറഞ്ഞു അതവിടെ സുഖമില്ലാത്തവർ വരുമ്പോൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആൾക്ക് കുറച്ചൊരിത് വന്നു. അതാ വെള്ളം കുടിക്കുന്നുണ്ട് അവൻ. വെള്ളമൊക്കെ കുടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്തൊരു മാമൻ അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. അതും നോക്കി അവിടെ നിൽക്കുന്നുണ്ട് ആൾ. ഇപ്പോഴാ വീൽ ചെയറിൻ്റെ കാര്യം ചോദിക്കുന്നതാ. വീൽ ചെയർ എവിടെ മാമൻ എവിടെയെന്ന് ചോദിക്കുന്നത് ആ വീൽ ചെയർ കണ്ടിട്ടാണ്. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന അവിടത്തേക്ക് പോയി. അപ്പോൾ അവിടെ വെച്ചാൽ കുട്ടികളുള്ള അവർ ആദ്യം കയറ്റും കേട്ടോ. അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ട്. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ വാശി പിടിക്കുമല്ലോ, അപ്പം അവർ വേഗം കയറ്റും. പക്ഷേ എല്ലായിടത്തും അങ്ങനെ ഇല്ലയെന്ന് തോന്നുന്നു. എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ എത്ര ചെറിയ കുട്ടികളെടുത്ത് നിന്നാലും ആദ്യമൊന്നും കയറ്റത്തില്ല. അവർ ഏറ്റവും പിന്നെ മാത്രമേ കയറ്റുള്ളൂ. പക്ഷെ അവിടെ നിൽക്കുന്ന ആൾക്കാർ പറയട്ടോ, നിങ്ങൾ ആദ്യം കയറിക്കോ കുട്ടീനെയും കൊണ്ടല്ലേ എന്നൊക്കെ. ഇവനൊക്കെ ചെറുതായിരിക്കുമ്പോൾ ഒക്കെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചില ആൾക്കാർ അങ്ങനെയല്ല, നല്ല സ്വഭാവമുള്ളവരായിരിക്കും. അങ്ങനത് അമ്മമ്മയും കൈലാസിനെയും തപ്പി പോവാണേ. ഫുഡ് കഴിക്കാൻ അവരെവിടെ നോക്കിയിട്ട് അങ്ങനത്തെ അവരവിടെ ബാക്കിലുണ്ട്. അങ്ങനെ അമ്മാമ്മയും കൈലാസും ഇവയും കയറി. ഈ കൈലാസിന് അമ്പലത്തിലെ ഫുഡ് നല്ല ഇഷ്ടമാണ്. സാമ്പാർ, പയറുകറി, അച്ചാർ, അതൊക്കെ നല്ല ഇഷ്ടമാണ്. വീട്ടിൽ വെച്ചാൽ പോലെ അത്ര കഴിക്കില്ല. അപ്പോൾ അമ്പലത്തിലെ ഫുഡ് അവന് നല്ല ഇഷ്ടമാണ്, എത്ര വേണം കഴിക്കും. ഇവയ്ക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ, അവൻ ഫുഡൊക്കെ കഴിച്ചോളും, കുഴപ്പമില്ല. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുവാണ്. കൈയൊക്കെ കഴുകി യുവീത നടക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, ഓരോന്നും നോക്കുന്നുണ്ട് അവൻ. അതിൻ്റെ ഇടയ്ക്കിലൊരു നായ അവിടെ ഉണ്ടായിരുന്നു, അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അവൻ പോയി. പേടിയൊക്കെയാണ്, എന്നാൽ എന്താണെന്നറിയില്ല. അന്ന് അവൻ ആ നായയുണ്ട് തൊടാനൊക്കെ പോകുന്നു. ഞാൻ അവനങ്ങ് തള്ളി മാറ്റി.
എന്നിട്ട് അങ്ങോട്ടേക്ക് നടക്കാൻ പറഞ്ഞു. കൈലാസും അവരൊക്കെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്, അമ്മയും അച്ഛനൊക്കെ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞു. ചെരുപ്പ് അങ്ങ് ദൂരെയായിട്ട് അഴിച്ചു വെച്ചിട്ടുള്ളത്. ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെരുപ്പിടാൻ പാടില്ല. അങ്ങനെ ഇതാ കൈലാസും അമ്മയും അച്ഛനും അങ്ങ് ദൂരെ നടക്കുന്നുണ്ട്. യുവി അത് ഓടി അവരുടെ അടുത്തേക്ക്. അപ്പോൾ അമ്മ വെള്ളം മേടിച്ചിടണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് അയ്യപ്പൻ്റെ ക്ഷേത്രമാണ്. പ്രാവനൊക്കെ ഉണ്ടോ, നല്ല രസമില്ലേ. അത് ഗോശാലയാണ് കേട്ടോ. അതായത് ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പശുക്കൾക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം. ഇപ്പോഴത് ഉണ്ടോയെന്നറിയില്ല, ഓപ്പണാണെന്നൊന്നും അറിയില്ല. കുറച്ച് കാലമായി ഇത് ഇവിടെ ആക്കിയിട്ട് ഇപ്പോൾ പൂട്ടിയിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു രാത്രിയാകുമ്പോൾ പശുക്കൾ വന്ന് കിടക്കലാണെന്നൊന്നും അറിയില്ല. കൃഷ്ണൻ്റെ അമ്പലമാണല്ലോ. അപ്പോൾ അങ്ങനെ ഇത് അമ്പലത്തിൻ്റെ പിറകുവശമാണ്. അത് നേരെ കാണുന്നതാണ് ശിവക്ഷേത്രം. ശിവൻ്റെ അമ്പലം, ദുർഗാദേവി ക്ഷേത്രം, അയ്യപ്പൻ്റെ ക്ഷേത്രം, അങ്ങനെ 3 ഇതാണ് ഉള്ളത്. മെയിനായിട്ട് പ്രധാന പൂജ എന്ന് പറയുന്നത് കൃഷ്ണൻ്റെയാണ്. അങ്ങനെ ഇവിടെ മാർച്ച് മാസങ്ങളിൽ ഉത്സവം ഉണ്ട് കേട്ടോ. 14 ദിവസത്തെ ഉത്സവമുണ്ട് രാവിലെ പൊളിച്ചൊക്കെ. നല്ല രസമാണ് അതൊക്കെ വരുന്നത് കാണാൻ. മൊത്തം ചന്തയൊക്കെ ആയിട്ട്, ഫുൾ ചന്തയൊക്കെ ആയിട്ട് നല്ല രസമാണ്. അങ്ങനെ ഞങ്ങളിതാ വീട്ടിൽ പോവുകയാണ്. ഞാനും അമ്മയാണ് പോയത്. കൈലാസും യുവിയും അച്ഛനും ഒപ്പരം വന്നു. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴേക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. എത്തിപ്പെട്ടതിൻ്റെ ഭാഗ്യം, അല്ലെങ്കിൽ മഴയത്തങ്ങ് പെട്ടുപോയനെ. റെയിൻകോട്ടൊക്കെ എടുത്തു, എന്നാലും മഴയത്ത് ഓടിക്കാനൊരു പേടി. നല്ല മഴയാണ്. അങ്ങനെ അവരിത് എത്തിയവർ കുറച്ച് ലേറ്റ് ആയി. അതിനിടയിൽ അവരെവിടെയോ കയറി അച്ഛനും മക്കളും. അപ്പോൾ എല്ലാവരും ഞങ്ങളെ വീഡിയോ കാണണേ. ബായ്.